പട്ടാപ്പകലും കാട്ടാനഭീതിയിൽ ഉപ്പുതറ മാക്കപ്പതാൽ കൂപ്പുപാറയിലെ കർഷകർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത്. ഇതോടെ മേഖലയിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 7-4 വാർഡുകളിൽ ഉൾപ്പെട്ട മാക്കപ്പതാൽ കൂപ്പുപാറ മേഖലയിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. ഇതോടെ പകൽ സമയം പോലും ഭീതിയോടെയാണ് ആളുകൾ വീടുകളിൽ കഴിയുന്നത്. ഒപ്പം ഭയപ്പാടോടെയാണ് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നതും. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്നുണ്ട്. വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ലെന്നും ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുമെന്നത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിയതായും പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ ഒരാഴ്ചയായിട്ട് സ്ഥിരം ആനശല്യമാണ്. രാവും പകലും ഇല്ലെന്നില്ല. പകല് 1:30 മണിക്കും രാത്രിയും വെളുക്കോളം ഇവിടെ ആനയുടെ ശല്യം കാരണം ഞങ്ങൾക്ക് കടന്നുറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയായി. ഒരാഴ്ചയായി ഞങ്ങൾ ഉറങ്ങിയിട്ട്. ഞങ്ങൾക്ക് കാപ്പിക്കുരി പോലും പറമ്പിലിറങ്ങി പറിക്കാൻ ഭയമായി. ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്നും ഇത് അന്വേഷിക്കാനോ ഒന്നും വരുന്നുമില്ല. അവർ സോളാറിൻ്റെ വേലിക്ക് 3 വർഷത്തോളമായി അത് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞ് പോയിട്ട്. പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണവും ഇല്ല. ഈ മൃഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണം. കൃഷിയിടത്തിലെത്തിയ പ്രദേശവാസിയായ രാജേഷ് പൊടിപാറയെ കാട്ടാന ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. തെങ്ങ്, കമുക്, പന, ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനപാലകരുടെ നിസ്സംഗതയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് BJP നേതൃത്വം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തി വന്യമൃഗങ്ങൾ നാശം വിതച്ചിട്ടും ഗ്രാമപഞ്ചായത്ത് അധികൃതരടക്കം സ്ഥലത്തെത്താത്തത് അപഹാസ്യമാണെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK രാജപ്പൻ പറഞ്ഞു. പകല് പോലും ആന വന്ന് മുഴുവൻ കൃഷിദേഹങ്ങൾ നശിപ്പിക്കുന്നു. രാത്രി കാലങ്ങളിൽ ഇവർ ഈ കുട്ടികളെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി പാറപ്പുറത്താണ് വന്ന് ഇരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും വീട്ടിൽ കിടക്കാൻ പറ്റില്ല. ഏത് നിമിഷമാണ് വീട് തള്ളിയിടുന്നതെന്ന് അറിയത്തില്ല. ഈ വലിയ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളിപ്പം നവകേരളം പദ്ധതിയാണ് നടക്കുകയാണ്. പാവങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുന്നില്ല. വനംവകുപ്പ് മന്ത്രിക്ക് യാതൊരു ബന്ധമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോറസ്റ്റ് ആയിരിക്കും, റേഞ്ച് ഓഫീസറിനും DFOയ്ക്കും ഇതുമായി യാതൊരു ബന്ധമില്ല. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകാൻ ആലോചിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, റേഞ്ച് ഓഫീസിൻ്റെയൊക്കെ ഓഫീസിലേക്ക് വടിക്കലേക്ക് ധർണ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥിതിഗതിയിലേക്ക് നീങ്ങുകയാണ്. അടിയന്തരമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ച് മേഖലയ്ക്ക് സമീപമുള്ള കാക്കത്തോട് വനമേഖലയിൽ നിന്നുമാണ് കാട്ടാനകൾ എത്തുന്നത്. വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ വനംവകുപ്പ് അധികൃതർ ശാശ്വതമായി നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്.